അയാളുടെ ഉള്ളിലിരിക്കുന്ന ക്രൂരനാണ്, അയാളെ ജീവനോടെ തൂക്കിക്കൊള്ളുമെന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളന്ന് കണ്ട പാവമല്ല, അവൻ്റെ ഉള്ളിൽ വേറൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഭാഷയെന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റില്ല, അമ്മാവനെന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. കൊടുക്കാനായിട്ട് ഇവർ ഏതാണ്ടും വിസമ്മതം കാണിച്ച് അതിനാണ് അങ്ങനെ ചെയ്തതെന്നാണ് പറഞ്ഞത്. ഇവർ ആശുപത്രിയിലായിരുന്നു, ഇവർ വിഷം കൊടുത്തതിൻ്റെ. പിന്നെ പുള്ളി അങ്ങോട്ട് പോയാലും വീട് പൂട്ടിയിട്ടേ ചെയ്യുള്ളൂ. പെണ്ണ് ഭാര്യ ഉണ്ടെങ്കിലും വീട് പൂട്ടിയിട്ടേ പോകുള്ളൂ. 5 മുതൽ 7 വരെ ഒന്നിച്ച് പഠിച്ചത് യു പി സ്കൂളിലല്ലേ? വാർത്ത വന്നപ്പോഴാണ് ഈ ആളിന് ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ടെന്നറിയുന്നത്. എങ്ങനെയാ ഈ പുള്ളിയെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ആളെ പറ്റി എങ്ങനെയാ ഒരു കാഴ്ചയിൽ ആള് പാവ ഇങ്ങനെ ഈ കൊലപാതകങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോഴത്തേക്ക് എങ്ങനെയാ തോന്നിയത്? ഇത് ഈ ന്യൂസ് വന്നപ്പോഴല്ലേ നമ്മൾ ഇതിനെപ്പറ്റി ഇയാൾ ഇങ്ങനെയൊക്കെയുള്ള ആളാണെന്ന് അറിയണത് തന്നെ. നിങ്ങളെന്താ വിളിച്ചോണ്ടത്? അമ്മ വന്നോ? എല്ലാവരും അമ്മാവെന്ന് വിളിക്കും. പിന്നെ പുള്ളിക്കാരന് നേരത്തെ ചകിരിൻ്റെ പരിപാടി, ചകിരി വണ്ടി ഓടുമായിരുന്നു. ഏത് എയ്സൽ ചകിരിയൊക്കെ കൊണ്ട് വെച്ച് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ചകിരി പിടിക്കുന്ന സൊസൈറ്റികളൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇയാൾ. പിന്നെ ബസ്സിലൊക്കെ പിന്നെ ഓട്ടോ ഓടിക്കുമായിരുന്നു. ഓക്കെ. ഇതിപ്പം മറ്റേ ഒരു ബിഗ് ഷോപ്പറുമായിട്ടാണോ എപ്പോഴും നടക്കുന്നത് ഇദ്ദേഹം? പുള്ളി ഒരു സഞ്ചിയൊക്കെ ഉണ്ടാവും ഇടക്കിടക്ക്. പുള്ളീനെ അല്ല, പുള്ളിക്കാരന് പൈസ അല്ല, പുള്ളിക്കാരൻ്റെ ഒരു സഹായം ഉണ്ടായിരുന്നു. ഓട്ടോ ഡ്രൈവർ മരിച്ചുപോയത് ഈ ആദ്യം ഇത് ബിന്ദു പത്മനാഭൻ്റെ വന്നില്ലേ, അത് വന്നപ്പോൾ തന്നെ ഈ ഓട്ടോ ഡ്രൈവർ അപ്പോഴേ ആത്മഹത്യ ചെയ്ത്. പുള്ളിക്ക് എന്തൊക്കെ പങ്കുണ്ടായിരുന്നു തോന്നുന്നു. അതാണ് പുള്ളി ആദ്യമേ തന്നെ പണി നടത്തിയത്. ഈ ബിന്ദു പത്മനാഭൻ്റെ വാർത്ത വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇയാളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു കൂടി വന്ന ഒരു 2 കിലോമീറ്റർ പോലും കഷ്ടി പോകണ്ട, 1.5 കിലോമീറ്ററേ ഉള്ളു ആണല്ലേ. പുള്ളി ആത്മഹത്യ ചെയ്തായിരുന്നു ആദ്യമേ തന്നെ. 2018 അത് തന്നെ, അത് അയാൾ ആത്മഹത്യ ചെയ്തതാ. അല്ലെങ്കിൽ അയാൾക്ക് ഇതിൽ ഇതുണ്ട്, അറിയാൻ പറ്റും. ബിന്ദു പത്മനാഭൻ്റെ ഈ വിഷയം വന്നപ്പോൾ അന്നേരം ഇതൊന്നും അറിയാൻ പറ്റില്ല. ജൈനമ്മയുടെയും പിന്നെ ഇപ്പോഴത്തെ 2-3 പേരുണ്ടല്ലോ വേറെ, അതൊന്നും അന്നേരം ഒന്നും അറിയാൻ പാടില്ല. ഈ ബിന്ദുവിൻ്റെ മാത്രമേ അറിയാവുള്ളായിരുന്നു. അന്ന് കുറേ ഇവിടെ വന്ന് കുഴിച്ചതാ, കുഴിച്ചിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ പുള്ളി റിമാൻഡായി, പിന്നെ ജാമ്യം എടുത്തിറങ്ങി. പിന്നെ പുള്ളി ഭാര്യ വീട് കയറ്റുമാനിട്ട് അങ്ങോട്ട് വേണമെന്ന് തോന്നുന്നു. ഇത് 4 ഏക്കർ സ്ഥലമാണ് ഇത്, പുള്ളിയുടെ തന്നെ സ്വന്തമാണ് അല്ലേ? പിന്നെ അത് കാടും പിടിച്ച് കിടക്കല്ലേ. അവിടെ ഒരു വീട് കൊണ്ട് നല്ലപോലെ പെയിൻ്റൊക്കെ അടിച്ച് പുള്ളി വിലക്ക് വാങ്ങിച്ചാണോ ഇവിടെ? അതല്ല, പുള്ളി പൂർവ്വമായിട്ട് ഉള്ളതാണ് തോന്നുന്നത്. പുള്ളിയുടെ കുടുംബമായിട്ടുള്ളതാണ്. അവിടെ കുഴിച്ചപ്പോൾ അസ്ഥി കണ്ടായിരുന്നല്ലോ, അതിപ്പോഴല്ലേ കണ്ടത്. ആദ്യമേ ഒന്നും കുഴിച്ചിട്ടൊന്നും കണ്ടൊന്നുമില്ല. ഇല്ല, നമ്മൾ കണ്ടിട്ടൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു 5-8 മാസം 1 വർഷത്തോളമായിട്ട്. ആള് പുള്ളിക്ക് പ്രായമുണ്ടല്ലോ, 10-68 വയസ്സും ഉണ്ട്. കണ്ട ഒരു ക്രൂര മുഖമാണോ? ഇല്ല, പഞ്ചപാവത്തിനെ പോലെ. പുള്ളി എല്ലാവരും അമ്മാവെന്നൊക്കെ വിളിക്കണമെന്ന് പറഞ്ഞ എല്ലാവരും. പുള്ളി എല്ലാവർക്കും ചായയൊക്കെ മേടിച്ചു കൊടുക്കും അല്ലേ? കാശുണ്ടോ ഇഷ്ടം പോലെ. ഇതുപോലെയൊക്കെ ആൾക്കാരെയൊക്കെ റെഡിയാക്കി കൊടുത്ത് കുടിച്ചിട്ടിരിക്കുകയല്ലേ. പിന്നെ എന്തായാലും പുള്ളിക്ക് ഇനി എന്താ കുഴപ്പം? 10-68 വയസ്സില്ലേ. ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകെ നടന്ന് എല്ലാം കഴിഞ്ഞ് പുള്ളി ഒരു കൂടി വന്ന ഒരു 8 മാസം 1 വർഷം കഴിയുമ്പോൾ ജാമ്യത്തിൽ ഇറങ്ങും. പിന്നെ പുള്ളിയുടെ വക്കീൽ കേസുമായിട്ട് പൊക്കോളും. കാശ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ആ കേസുമായിട്ട് പോയി കഴിയുമ്പോൾ ഈ കേസ് കോടതിയിൽ ഇനി സുപ്രീം കോടതി വരെ പോകുമ്പോൾ ഇയാളെ എത്തുപോകും. അല്ലേ, ശരിയാണ്. ഇവിടെ നടക്കണ മുഴുവൻ അങ്ങനെയല്ലേ. നമ്മൾ പോണ വഴിയിലാണല്ലോ ഇയാളുടെ വീട്. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ ചെന്നപ്പോൾ അവിടെ പോലീസൊക്കെ ഇതൊക്കെ മാന്തണൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മറ്റേ വണ്ടി നേരത്തെ ഇത് ഓടിക്കായിരുന്നല്ലോ, മറ്റേ വണ്ടി ഓടിച്ചതൊക്കെ ആയിരുന്നല്ലോ. മസ്തയുടെ വണ്ടി ജയയുടെ വണ്ടി ഓടിക്കായിരുന്നു. പിന്നെയാണ് പുള്ളി ഇതായത്. അല്ല, ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ ഈ നാട്ടുകാരായ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയോ? പുള്ളി അങ്ങനെ ചെയ്യുമെന്ന് തോന്നിയോ? അല്ല, അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നിയല്ലോ. പിന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളെ പിന്നെ ചെയ്യാതിരിക്കുവോ? കൊച്ചിലെ തന്നെ ഉള്ളതെന്നല്ലേ ചാനലുകാരൊക്കെ പറയുന്നത്. തന്നെ പുള്ളിക്കൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള മനുഷ്യനാണെന്നാണ് പറയുന്നത്. 68 വയസ്സുണ്ടല്ലേ? 68 വയസ്സുണ്ട്. പല രോഗങ്ങൾക്കും പ്രശ്നമാണല്ലോ. അതല്ലേ പുള്ളിയൊന്നും പോലീസ് ചോദ്യം ചെയ്യാൻ തന്നെ പേടിക്കണത്. ഡയബറ്റീസിൻ്റെ പിന്നെ പ്രഷർ, ഷുഗർ എല്ലാം ഉണ്ട് പുള്ളിക്ക്. ഉണ്ട്. എല്ലാവരും അമ്മാവെന്നാണ് വിളിക്കുന്നത്. കുറ്റവാളിയാണ് തെളിയിക്കപ്പെട്ടിരിക്കേ നാടൊട്ടാകെ. നിങ്ങളുടെ അമ്മാവനായിരുന്നു, നിങ്ങൾ അമ്മാവെന്ന് വിളിച്ചാണതല്ലേ? പൊതുജനം എല്ലാവരും അയൽവാസികളും എല്ലാവരും അമ്മാവെന്നൊക്കെ വിളിച്ച് നടത്തുന്ന ഒരു കക്ഷിയായിരുന്നു. കണ്ടാൽ ആൾ പഞ്ചപാവം തന്നെയായിരുന്നു, തർക്കമൊന്നുമില്ല അക്കാര്യത്തിൽ. പക്ഷെ ഇത്ര ക്രിമിനൽ കുറ്റവാളിയാണെന്നുള്ളത് മിറ്റത്ത് കിടക്കുന്നവർക്ക് പോലും അറിയാൻ പാടുന്നതാണ് പറഞ്ഞത്. പക്ഷെ അതൊക്കെ തെറ്റാണ്. പുള്ളി ഭയങ്കര സഹായിയും നാട്ടുകാർക്കെല്ലാം സഹായമൊക്കെ ചെയ്തു കൊടുക്കുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഇതിൻ്റെ അകത്തുള്ള സാമ്പത്തിക ഇടപാടും ബന്ധമൊക്കെ ആയിട്ട് ആൾക്കാർ ഒതുക്കി കളഞ്ഞതാണത്. അതാണ് ഈ സംഭവം നടക്കാനുള്ള കാരണം. 10-20 വർഷത്തിനുള്ളിൽ ഈ 4 കൊലപാതകം പറയുന്നത് അല്ലേ? 4 കൊലപാതകം എന്ന് പറയുമ്പോഴേക്കും അതിനുള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് ആർക്കറിയാൻ പറ്റും? ആർക്കും അറിയാം. ഇത് തന്നെ ഇപ്പം 4 കൊലപാതകം എന്ന് പറഞ്ഞ് പോലീസ് വന്നിട്ടും പറഞ്ഞ്, അത് മറ്റേ ക്രൈംബ്രാഞ്ച് പോലീസ് വന്നിട്ടും പറയണത് അസ്ഥി എടുത്തിട്ട് പോയിട്ട് 4
20 വർഷം കൊണ്ട് പോയിട്ടും പറഞ്ഞിരിക്കുന്നത് അത് പരിശോധനയ്ക്ക് ഏതെങ്കിലും ഒരു ചാനൽ തെളിയിക്കുന്നുണ്ടോ? അതെന്തുകൊണ്ട് തെളിയിക്കാത്തത്? നിങ്ങൾക്ക് അതിനകത്ത് അമർഷമുണ്ടല്ലേ? അമർഷമുണ്ട്, തീർച്ചയായിട്ടും അമർഷമുണ്ട്. ഞങ്ങൾ ഇത്ര അടുത്ത് കിടക്കുമ്പോഴത്തേക്ക് 4 കൊലപാതകം ചെയ്ത സ്ത്രീകളെപ്പോലും കാണാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴത്തേക്ക് അയാളുടെ ഉള്ളിലിരിക്കുന്ന ക്രൂരനാണ്, അയാളുടെ ജീവനോടെ തൂക്കിക്കൊള്ളുമെന്നാണ് നമ്മൾ പറയുന്നത്. ആൾക്കാരെ കൊന്നത് മാത്രമല്ല, ഇതിലും വലുത് നടത്തിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. ഒരു മനുഷ്യനെ ജീവനോടൊക്കെ ഇതുപോലെ ഒരു സ്ത്രീകളെയൊക്കെ കൊല്ലണമെങ്കിൽ അവൻ ആരായിരിക്കണം? അവൻ്റെ പിന്നിൽ ഇഷ്ടം പോലെ ആളുണ്ടാവില്ല. പിന്നിൽ ഒറ്റക്കൊരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരാളെങ്കിലും കൂട്ടത്തിലുണ്ടാകണം. ഈ ബിന്ദു പത്മനാഭന്റെ പേര് വന്നപ്പോൾ തന്നെ കൂട്ടുകാരൻ ആത്മഹത്യ ചെയ്യുന്ന പറയുന്നത്. ആത്മഹത്യ ചെയ്ത അത് കറക്റ്റാ. ഈ പുള്ളിയുടെ ഒറ്റ ചങ്ങാതി അല്ലായിരുന്നോ? കള്ളം വെളിച്ചത്ത് പോയിരിക്കാൻ കൊന്നായിരിക്കോ? പുള്ളിക്ക് രക്ഷപ്പെടാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ പുള്ളി ആത്മഹത്യ ചെയ്യണം. ജീവിക്കാൻ രക്ഷയില്ല, എവിടെ നിന്ന് പിടിച്ചു നിൽക്കാൻ രക്ഷയില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകുമല്ല. ആ സമയത്തല്ലേ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നത്. അത് നമുക്ക് കറക്റ്റായിട്ട് ഉറപ്പിക്കാം. അപമാനമെന്ന് പറഞ്ഞാൽ അപമാനമല്ല, അതിലും വലുതാണിത്. ഒരു രാജ്യം ഉറപ്പിക്കുന്ന ഒരു സംഭവമാണിത്. ഒറ്റക്കൊരു മനുഷ്യൻ 4 പേരെ കുഴിച്ചിട്ട് മൂടി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് നിസ്സാരക്കാരനല്ല. നമ്മളന്ന് കണ്ട പാവമല്ല, അവൻ്റെ ഉള്ളിൽ വേറൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ട് ഒരു 5-8 മാസമായുള്ളൂ. അവസ്ഥയിൽ ആർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി പോയില്ലേ. ഒരാണുങ്ങൾക്ക് ഒരു സ്ത്രീയുടെ മുമ്പിൽ പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി. ഒന്നിച്ച് പഠിച്ചാ പുള്ളി സെബാസ്റ്റ്യൻ? പഠിക്കുന്ന കാലത്തൊന്നും കുഴപ്പമില്ലായിരുന്നു. പഠിച്ചപ്പോൾ സമയത്തൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇങ്ങനെ ഒരു വാർത്ത അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ചേട്ടൻ എന്നാ തോന്നുന്നു? സുഹൃത്ത് ഒന്നിച്ച് പഠിച്ചതല്ലേ നിങ്ങൾ? വാർത്ത അറിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ നമുക്ക് പിന്നെ ഈ പറഞ്ഞ പോലെയാണ്. ആ രീതിയിലൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പം ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോഴാണ് ഈ ആളിന് ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ടെന്നറിയുന്നത്. എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു 10-20 വർഷമായിട്ട് ഞാൻ കാണാറില്ല ആളെ. വല്ലപ്പോഴും ഇതിലെ വരും, പോകുന്നല്ലാതെ ഇവിടെയായിട്ടോ വലിയ ബന്ധമൊന്നുമില്ല ആളിന്. രാത്രി കാലങ്ങളിലൊക്കെ വരും, ഇന്ന് വന്നാൽ നാളെ പോകും. ഇവിടെയായിട്ട് ആരുമായിട്ട് അങ്ങനെയില്ല. അവൻ്റേതായ കുറേ കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കിട്ട് അറിയാനും വയ്യ. അങ്ങനെയാണ് ആൾ. ചേട്ടൻ ഏത് സ്കൂളിലാണ്? ഒന്ന് എൽ പിയിലാണോ ഹൈസ്കൂളിലാണോ? ഹൈസ്കൂളിലൂടെ തിരുവനന്തപുരം ആണോ ഒന്നിച്ച് പഠിച്ചാ? ഒന്നിച്ചാ സ്കൂളിൽ നിന്ന് ഇറങ്ങി 3 വർഷം, 5 മുതൽ 7 വരെ. 7 വരെ ഒന്നിച്ച് പഠിച്ചാ UP സ്കൂളിലല്ലേ? ഓ, തിരുവനന്തപുരം. ആ സ്നേഹം എപ്പോഴും പുറത്ത് വരുമ്പോൾ ഉണ്ടായിരുന്നു? പഠിച്ച സ്നേഹപാടി അതൊക്കെ ഉണ്ടായിരുന്നു. അതിന് മുമ്പൊക്കെ 10-20 വർഷത്തിന് മുമ്പ് കുറേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കാണാറില്ല. ഞാനും നല്ല ഇവിടെ വരുവാനപ്പെട്ടിട്ട് അങ്ങനെ കാണാറില്ല. ആളിവിടെ വരാറില്ല, വല്ലപ്പോഴൊക്കെ വരുള്ളൂ. വരുമ്പോൾ എല്ലാവരുമായിട്ട് ലോക്കിയായിരുന്നോ കാണുന്നത്? അതല്ല, ഇവിടെ വലിയ ടച്ചൊന്നുമില്ല. ഇല്ലായിരുന്നു. വരുമ്പോൾ ഇതിലെ പോകെ വണ്ടിയിലൊക്കെ വരുമ്പോൾ കാണുമ്പോൾ ഇങ്ങനെ ഒരു ഹായ് പറയുന്നല്ലാതെ വേറെ ഇവിടങ്ങളിലുള്ള ആരുമായിട്ട് ബന്ധമൊന്നുമില്ല. അറിയാം ആളെ പറ്റി എങ്ങനെയാ? അയാളുടെ സ്വഭാവത്തെ പറ്റിയൊക്കെ എന്തോ ഇത്രയും ഈ ദുരൂഹത നമുക്ക് തോന്നുന്നു ഈ വാർത്ത വരുന്നത്? ആദ്യമൊക്കെ പുള്ളി കളിക്കാനൊക്കെ വരുമായിരുന്നു അവിടെ ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടിൽ. അന്നൊന്നും പുള്ളി ഇത്രയും കുഴപ്പമില്ല. ഇപ്പോഴൊന്നും അല്ല, 10-15 വർഷത്തിന് മുമ്പ്. പിന്നീടാണിപ്പോൾ തീരുമാനത്തെ പറ്റിയൊക്കെ ആൾക്കാർ പറയാൻ തുടങ്ങി. നമ്മളതിനകത്ത് ടച്ചൊന്നുമില്ല പുള്ളിയായിട്ട്. പുള്ളിപ്പോൾ ആരും വീട്ടിലെന്നാ പറയാം. പുള്ളിയെ കണ്ടാൽ ഇങ്ങനെ ഒരു ക്രൂരനാന്ന് തോന്നുമോ? ചിലർ പറയുന്നത് പാവ അങ്ങനെ തോന്നുന്നു. പുള്ളി പെണ്ണുപിള്ളല്ലേ പറഞ്ഞു, അവിടെ വൈഫാ പറഞ്ഞു, വേറെ ആരും പറയല. നമ്മുടെ ഹരിദാസ് പറഞ്ഞല്ലേ, സ്വന്തം അയലോകത്തുകാരൻ പറഞ്ഞത് വളരെ മോശമായിട്ട്. പിന്നെ പുള്ളി വളരെ മോശമായിട്ട് വല്ലപ്പോഴും കൊച്ചു നാളിലോട്ട് കാണുന്ന കാരണം പുള്ളിക്ക് കുറെ കാര്യങ്ങൾ അറിയാമല്ലോ. കാരണം പുള്ളി മറ്റേ ചാനലുകാരുടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടല്ലോ, സംഭവിച്ച കാര്യങ്ങളെല്ലാം പുള്ളി പറഞ്ഞു. പുള്ളിയാണ് മറ്റേ 17-ാം വയസ്സിൽ വിഷം കൊടുത്തെന്നൊക്കെ പുള്ളിയല്ലേ പറഞ്ഞത്. ഹരിദാസ് ചേട്ടൻ വീട്ടുകാർക്കോ? കുടുംബക്കാർക്ക് കുടുംബ വീതം കിട്ടാൻ വേണ്ടിയിട്ട് എന്നാണ് പുള്ളി പറഞ്ഞത്. ആള് ക്രൂരനാണ്. പക്ഷെ പുറമായിട്ട് ആരുമായിട്ടൊന്നും ഇവിടെയൊന്നും അങ്ങനെയുള്ള ബന്ധമൊന്നും ഇല്ലല്ലോ. പുള്ളിക്ക് ബന്ധങ്ങൾ വേറെയാണ്. പുള്ളിനെ നമ്മൾ കാണാറ് പോലും ഇല്ലെന്നുള്ളതാണ് സത്യം. ആളിവിടെയൊന്നും ഉള്ളതായിട്ട് പോലും അറിയാൻ പാടില്ല. ഇല്ല. കുടുംബത്തിന് ആർക്ക് വിഷം കൊടുക്കുന്ന പറയാം? കുടുംബത്തിന് ഭാര്യയ്ക്ക് കൊടുക്കുന്നു? അല്ലല്ല, അവരുടെ കുടുംബക്കാരെ വീതം വെച്ചപ്പോഴത്തേക്ക് കൊച്ചുനാളില്ലേ, വീതം വെച്ചവർക്ക് വീതം കൊടുത്തില്ല. അതിനകത്ത് എന്തോ ഇപ്പൊ 2 ഏക്കർ ജില്ലേനും കൊടുത്തില്ലേ, അത് കൊടുക്കാനായിട്ട് ഇവര് ഏതാണ്ടും വിസമ്മതം കാണിച്ച് അതിനാണ് അങ്ങനെ ചെയ്തതെന്നാണ് പറഞ്ഞത്. എന്നിട്ട് 2 പേര് ഇന്നിപ്പോഴും വാർത്തയിൽ പറയണ്ടല്ലോ, 2 പേര് ആശുപത്രിയിലായിരുന്നു ഇവര് വിഷം കൊടുത്തതിൻ്റെ എന്ന് പറഞ്ഞു.
നമുക്ക് ഇങ്ങനെ വന്ന് പുറത്തോട്ടൊക്കെ ഇങ്ങോട്ട് വന്ന് പുറത്തോട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്ന് ഇവിടെയൊക്കെ വരുമ്പോൾ വല്ലപ്പോഴൊക്കെ വരുള്ളൂ, അല്ലാതെ ഇങ്ങോട്ടൊന്നും വരികയല്ല. അത് കോളേജ് പോലെ വഴിയാണ് പുള്ളി പോകണത്, ഇങ്ങോട്ടൊന്നും വരാറില്ല. അല്ല, ഒത്തിരി ചിലവൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു എന്നൊക്കെ പറഞ്ഞു ആൾക്കാർ. അത് ഇപ്പോൾ ഇന്നലെ പിടിച്ച കണ്ണനെ വിളിച്ചപ്പോൾ അവനും പറഞ്ഞില്ലേ മദ്യമൊക്കെ മേടിച്ച് കൊടുക്കുമായിരുന്നു, ഒരു പുള്ളൊക്കെ കഴിച്ചാൽ അയാൾ ബോധരഹിതനാകിയാലെന്നാണ് അവൻ പറഞ്ഞത്. അത്രക്ക് ശരിക്കും കഴിക്കുമെന്നൊക്കെയാണ് അവൻ ഇന്നലെ കണ്ണനെന്നും പറഞ്ഞത്. ഇപ്പോൾ പുള്ളീനെ പറ്റി ചുറ്റിപ്പറ്റി നടക്കണവരല്ലേ ഇപ്പം മറ്റേ ചാനലിൽ അവർ പിടിക്കണം, ക്രൈംബ്രാഞ്ചും മറ്റവരൊക്കെ ഒന്ന് ചോദ്യം ചെയ്യണം. അങ്ങനെ ഇപ്പൊ ഈ പുള്ളി മറ്റുള്ളവർക്കും മദ്യം മേടിച്ച് കൊടുക്കും, പുള്ളിയും കഴിക്കും, അവിടെ ഇരുന്ന് കഴിച്ചാൽ ഒരു ബോധം കെടുക. പിന്നെ പുള്ളി അങ്ങോട്ട് പോയാലും വീട് പൂട്ടിയിട്ടേ ചോളൂ, ഭാര്യ ഉണ്ടെങ്കിലും വീട് പൂട്ടിയിട്ടേ പോകുള്ളൂ ക്രൈംബ്രാഞ്ചുകാർ വന്ന്. ഇപ്പോൾ ഇവനായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കണവർ, ഇപ്പോൾ ചേട്ടനുമായിട്ട് എനിക്ക് പരിചയമുണ്ടെങ്കിൽ ചേട്ടനുമായിട്ട് നമ്മൾ പരിചയപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ ആണിപ്പോൾ അവർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിനൊരു തെളിവുമില്ലല്ലോ. അയാൾ വാതുറത്തൊരു അക്ഷരം മിണ്ടണില്ല. അയാൾ വിശക്കണമെന്നും എനിക്ക് വിശക്കണമെന്നും മരുന്ന് വേണം എന്നല്ലാതെ വേറൊരു കാര്യം അയാൾ പറയാറില്ല. അയാൾ വേറെ ഒന്നും പറയാറില്ല. ഇവർ പഠിച്ചു ശരിക്കും പറഞ്ഞാൽ ഓരോ ദുരൂഹത ഇങ്ങനെ പുറത്ത് വരുമ്പോഴത്തേക്കിനെ ഈ സ്ത്രീകളുടെ മരണത്തെ പറ്റിയൊക്കെ ദുരൂഹത വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ ഞെട്ടിയില്ലേ? പിന്നെ തീർച്ചയായും നമ്മളിപ്പോഴല്ലേ ഏട്ടാ അറിയണത്, നമ്മളിതുപോലെ അറിയണ്ടേ. ഇപ്പൊ ഈ അന്വേഷണം വന്നപ്പോഴല്ലേ നമ്മൾ അറിയണത്. നമ്മളിപ്പോ പുള്ളിയുടെ വീട് അങ്ങനെ 2018 പുള്ളിയുടെ കൂട്ടുകാരൻ മരിച്ചു പോയില്ലേ, കാരണം ആത്മഹത്യ. അത് മനോജ് എന്ന് പറയണത്. മനോജ് ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞാൽ എന്താണ് കാര്യമെന്ന് നമുക്കറിയാൻ പാടില്ലല്ലേ. അതിനെപ്പറ്റി പിന്നെ അന്വേഷണം ഒന്നും ചിലപ്പോൾ ഈ ബിന്ദു പത്മനാഭന്റെ മരണമായിട്ട് ഇവനും എന്തെങ്കിലും ബന്ധം കാണുമായിരുന്നു. ഇവര് ചിലപ്പോ ഒരുമിച്ച് നടക്കണ അങ്ങനെ ഓട്ടോറിക്ഷയിലാണ് ഇവര് പോയിക്കൊണ്ടിരുന്നത്. മനോജിന്റെ ഓട്ടോറിക്ഷയിലായിരുന്നു ഇവർ സ്ഥിരം പോയിക്കൊണ്ടിരുന്നത്. എല്ലാം അങ്ങനെ തന്നെ ആയിരുന്നു. ഒരാളൊന്നും പറയാൻ പറ്റില്ല. ഒരിക്കലും അമ്മാനെ കൊണ്ട് ഒറ്റയ്ക്ക് സുഭാഷിനെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും നടക്കുന്ന കാര്യമില്ല. ഇതിനകത്ത് ഇതിന്റെ പിന്നിൽ ആരെങ്കിലും ഒക്കെ കാണും, വലിയ വലിയ ശക്തികൾ കാണും, ടീമൊക്കെ കാണും പുള്ളിയുടെ പുറകില്. ഈ അമ്മാവൻ എന്നുള്ള വിളി എങ്ങനെ വരുന്നേ? അത് എല്ലാവരും ഉണ്ടല്ലോ ഇങ്ങനെ ഓരോരുത്തേക്ക് അമ്മാവെന്ന് വിളിച്ച് അമ്മാവനെന്നൊരു പേരായിപ്പോയതാണ്. ഇപ്പോഴും ചിലർക്ക് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റില്ല. അമ്മാവനെന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മിക്കവരും അറിയില്ല. ഇപ്പൊ ഈ ചാനലിലൊക്കെ കൂടി വന്നപ്പോഴും സെബാസ്റ്റ്യൻ, ഇവിടങ്ങളിലൊക്കെ അമ്മാവൻ എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. പുള്ളിനെ അമ്മാവെന്ന് വിളിക്കണതാണ് പുള്ളിക്ക് ഇഷ്ടം. അമ്മാവെന്ന് വിളിച്ച വിളി കേൾക്കും. എല്ലാവരും കൊച്ചേ വിളിക്കുള്ളൂ തിരിച്ച്, അല്ലാതെ വേറെയുള്ള ഇതൊന്നും ഇല്ല. കൊച്ചേന്നൊക്കെ വിളിക്കുള്ളൂ. 3 പേരുണ്ട്, പിന്നെ 3 ആണുങ്ങളുണ്ട്. അതിലൊരു മൂത്ത ജോസ്, അയാൾ മരിച്ചുപോയി. പിന്നെ ഒരാൾ ക്ലെമന്റ് എന്നും പറഞ്ഞിട്ടുണ്ടാണ്. അയാൾക്ക് എക്സൈസിലായിരുന്നു ജോലി. അയാൾ അതിൽ എനിക്കൊന്നും VRS ഒക്കെ എഴുതി കൊടുത്തു. ഭാര്യ വിദേശത്ത്, പുള്ളി അവിടെയാണ്. പുള്ളി ഇങ്ങോട്ടൊന്നും വരാറില്ല, കാണാറില്ല. അമ്മാവനെ കണ്ടു പരിചയമുണ്ട്. അടുത്തായിട്ട് നല്ലപോലെ പെരുമാറിയിട്ടില്ല. ക്രൂരനാണെന്ന് ആദ്യം അറിയാൻ പാടില്ലായിരുന്നു. എന്നാൽ ചെറിയ ഉടായ്പൊക്കെ ഉണ്ട്, മോഷണം ഇതൊക്കെ ഉണ്ടെന്നൊക്കെ ഉണ്ടായിരുന്നു. മോഷണമൊക്കെ ഉണ്ടായിരുന്നു. ഈ എവിടെ ഈ മോട്ടറൊക്കെ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോകുമായിരുന്നു നേരത്തെ ആദ്യമൊക്കെ. അങ്ങനെ ചെറിയൊരു കള്ളത്തിലൊക്കെ ഉണ്ടായിരുന്നു. അന്നൊക്കെ കേസുണ്ടായിരുന്നു. ഈ സ്കൂട്ടറൊക്കെ മുട്ടിച്ചോണ്ട് പോകുമ്പോൾ. സ്കൂട്ടറല്ല, ഈ മോട്ടർ വെള്ളം അടിക്കണം, വെള്ളം അടിക്കുന്ന മോട്ടറല്ല എടുത്തോണ്ട് പോകുമായിരുന്നു. അങ്ങനെ കേസൊക്കെ വന്നിട്ടുണ്ടോ? അങ്ങനെ കേസൊന്നും വന്നിട്ടില്ല. പിന്നെ ഈ പുള്ളി അതുകൊണ്ടാണ് ആരും വിട്ടേക്കണമെന്ന്. അതിനാ പുള്ളിയെ വിടാൻ കാരണം? ഇങ്ങനെ പുള്ളി എല്ലാവരും യോഗകാര്യം എല്ലാ കൂട്ടുകാരൊക്കെ കൂടി സ്മോൾ അടിയൊക്കെ ഉണ്ട്. എല്ലാം മേടിച്ചൊക്കെ കൊടുക്കും. എല്ലാവരെയും വശത്താക്കിയിരിക്കുക പുള്ളി അന്ന് ആദ്യമൊക്കെ തന്നെ. അപ്പം ആരും അമ്മാവനെ കുറ്റം പറയല. വെള്ളം ഇവിടെ എല്ലാവരും കയ്യിലാക്കി വെച്ചിരിക്കും. വെള്ളവും മേടിച്ച് കൊടുക്കും വിട്ട്. ഈ സംഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് തോന്നിയത്? അപ്പോൾ എല്ലാവർക്കും അതിശയമാണ്. അപ്പോൾ എനിക്ക് ഉടായ്പ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അറിയാമായിരുന്നു. അല്ല, ഇങ്ങനെ നടന്നിട്ടുണ്ടെന്നൊക്കെ അല്ല എല്ലാവർക്കും അറിയാമായിരുന്നു. ആരും പുറമേ വിടുന്നില്ലെന്ന് മാത്രമേ ഉള്ളായിരുന്നു അല്ലേ? എല്ലാവരും ഇവിടെ സ്ഥിരം കാണാം. ഞങ്ങളുടെ അയൽവക്കത്തല്ലേ, ഞങ്ങളെന്ത് ഇതിനെക്കുറിച്ച് എന്ത് പറയാൻ? അല്ലേ, അപ്പം അമ്മാവിൽ ഒരു ക്രൂരമുഖം ഉണ്ടെന്ന് ചേട്ടന് തോന്നിയിട്ടുണ്ടോ? നമുക്ക് ഇന്നുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല. കാരണം നമ്മളെ കാണുമ്പോൾ വിളിക്കും, എന്നാ കൊച്ചേ, എന്നാ വിശേഷം, പണിക്ക് പോയില്ലേ? പണിക്ക് പോയി, പോയി, അതൊക്കെ തന്നെ. അല്ലാതെ നമ്മൾ ഇന്നുവരെയും പുള്ളിയുടെ മുമ്പിൽ ഒരു അനാവശ്യമായിട്ട് നമ്മളുടെ പെരുമാറിയിട്ടില്ല, നമ്മൾ പുള്ളിയുടെയും പെരുമാറിയിട്ടില്ല. അപ്പോൾ അതിന് നമുക്ക് പുള്ളിയെക്കുറിച്ച് ഇങ്ങനെ പുള്ളിക്കൊരു ക്രൂരമോ ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പോലും വരും. ഇപ്പോൾ 10-20 വർഷമായിട്ടുള്ള സംഭവങ്ങളെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരാൾ ചെയ്യുന്ന പറഞ്ഞാൽ പുള്ളി ഒറ്റക്ക് ചെയ്തെന്നോ അല്ലെങ്കിൽ 2 പേര് കൂട്ടായിട്ട് ചെയ്തെന്നോ നമുക്കതിനെക്കുറിച്ച്. ഒന്നാമത്തെ കാര്യം, ആ വീടെന്ന് പറയുമ്പോൾ ഒരു കാട് പിടിച്ച ഏരിയയാണ്. അവിടെ ഒരുമാതിരിപ്പെട്ടവരും ചെന്ന് പിടിയില്ല. ഇതിനിടയ്ക്ക് പുള്ളി അവിടെ കുളം വെട്ടി അവിടെ മീൻ വളർത്താനുള്ള ഇതൊക്കെ ചെയ്തു വെച്ച്. അപ്പം നമ്മുടെ വിചാരം തന്നെ പുള്ളി ഒരു സാധാരണക്കാരൻ ഒരു വീടിനെ കുറിച്ച് കാര്യങ്ങൾ നടത്തുന്നു, അതൊക്കെ നമ്മുടെ ചിന്ത. അല്ലാതെ നമ്മൾ പുള്ളി ഒരു ക്രിമിനൽ കേസ് ഇന്നുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ക്രിമിനൽ കേസിലേക്ക് പോകുന്നുള്ള പ്രതീക്ഷ നമുക്കാർക്കും ഇല്ല. പക്ഷേ ഇങ്ങനെ ഒരു ക്രൂരമോ ഉണ്ടെന്നുള്ള കാര്യം
ഇപ്പോഴാണ് നമ്മൾ പുറത്ത് വരുന്നത്. അല്ല ഈ പമ്പ് സെറ്റൊക്കെ മോട്ടിച്ചോട് മോഷണമൊക്കെ നേരത്തെ ഉണ്ടെന്നാ പറയുന്നത്. അതിങ്ങനെ ഉണ്ടെങ്കിൽ അതിങ്ങനെ സൈഡ് ഇങ്ങനെ പോകില്ലെന്നേ. അതിപ്പോൾ ഓരോരുത്തരും പിന്നെ ബാലജാബില്യാന്നുള്ള പള്ളിയിലെ ഓസ അതൊക്കെ ബാലജാബില്യ എന്നുള്ള നമ്മൾ ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്യുമ്പോൾ ചേട്ടൻ തന്നെ ഉദ്ദേശിക്കും ഞാനൊരു തെറ്റ് ചെയ്ത് അവൻ്റെ ബാലജാബില്യത്തിന് ചെയ്തായിരിക്കും, പിന്നെ അവൻ ചെയ്യുന്നില്ല എന്നുള്ള നമ്മുടെ കണക്കൂട്ടൽ പോണില്ല, നമ്മൾ ആ വഴിക്ക് പോകുന്നില്ല. അതൊക്കെയാണ് നമ്മുടെ കണക്കൂട്ടൽ. ഇതിപ്പോൾ ഇവ ഇങ്ങനൊരു ക്രിമിനൽ കേസ് ഉള്ളിൽ ഉണ്ടെന്നുള്ള കാര്യം ഇപ്പോഴാണ് എല്ലാവരും പുറത്ത് വന്നത്. പത്മനാഭൻ്റെ കേസ് വന്നപ്പോൾ, സിന്ധു പത്മനാഭൻ്റെ കേസ് വന്നപ്പോഴാണ് ഓരോ കാര്യങ്ങളും പുറത്ത് വന്നത്. പാരമ്പര്യ സ്വത്താണത് പുള്ളിക്ക്. പാരമ്പര്യമായിട്ട് ഇപ്പോൾ ചേട്ടനവിടെ ചെല്ലുമ്പോൾ ഒന്ന് കണ്ടാൽ മതി, അവിടുത്തെ അവൻ്റെ ആ ഏരിയ ഒന്ന് നോക്കിയാൽ മതി, എന്തോരം സ്ഥലമുണ്ട്, എന്തോരം ഇതുണ്ട്. ഇപ്പോൾ കാട് ഇപ്പോൾ പറയും എൻ്റെ പറമ്പ് നന്നായെന്നാണ് പുള്ളി പറയണത്. പിന്നെ ജെ.സി കൊണ്ട് പുല്ലുവെട്ടണ മെഷീനെ കൊണ്ട് വെട്ടി തെളിച്ചപ്പോൾ ആയില്ലേ, എൻ്റെ പറമ്പ് ക്ലീനായി, കാട് പിടിച്ച് നല്ല ക്ലീനായെന്ന് പറയുമ്പോൾ ചേട്ടനാണെങ്കിലും അംഗീകരിക്കുക. എൻ്റെ 10 പൈസ മുടക്കാതെ എൻ്റെ പറമ്പ് ക്ലീനായില്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.